ഹായ് ഗൈസ്, അങ്ങനെ മഴയും വെള്ളപ്പൊക്കമൊക്കെ കാരണം കൊണ്ട് ഇന്ന് ഓഫാണ്. ഈ ഓഫായ ദിവസങ്ങളിൽ നമ്മൾ ഓഫായിരിക്കുമ്പോൾ നമുക്ക് കുറേ ചിന്തകൾ വരുമല്ലോ. അങ്ങനെ ഒരു ചിന്തയിൽ എനിക്ക് തോന്നി കുഞ്ഞൊരു കാര്യം കേട്ടോ. അതൊരു സത്യമാണ്. നമ്മൾ GCC കൺട്രീസിലോട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ കേരളത്തിനാണെങ്കിലും ഇന്ത്യയുടെ ഒരു 0.5% ആണെങ്കിലും ഡെവലപ്മെന്റ് വന്നു തുടങ്ങിയത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുടുംബങ്ങൾക്ക് വന്നു തുടങ്ങിയത്, കേരളത്തിന്റെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർന്നു തുടങ്ങിയത്, കൂടുതൽ എന്താ പറയുക, ഒരു നമുക്ക് ഇത്രയും കൂടെ ഒരു സ്റ്റാൻഡേർഡ് വന്നു തുടങ്ങിയത്. നമ്മുടെയൊക്കെ ഗ്രാൻഡ് പാരൻസിന്റെ സമയം തൊട്ടേ ഇതുപോലെ ആൾക്കാർ GCC കൺട്രീസിലോട്ട് വന്നു തുടങ്ങിയതാണ്. പിന്നീട് ഒരു 2015 തൊട്ടിട്ട് ഈ യൂറോപ്യൻ കൺട്രീസ്, നോർത്ത് അമേരിക്കൻ കൺട്രീസിലോട്ടും ആൾക്കാർ പോയി തുടങ്ങി. ബട്ട് സ്റ്റിൽ നമ്മളുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് GCC കൺട്രീസിൽ നിന്നും വന്നിരുന്ന പൈസ തന്നെയാണ്. അതിൽ നമുക്ക് ആൾക്കാർ ഇങ്ങനെ പറയും ടാക്സ് ആണ്. ഈവൻ ഇപ്പം നമ്മൾ കാനഡയിൽ അവിടേക്ക് ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പേ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് അയക്കാനായിട്ടുള്ളതിന്റെ എമൗണ്ട് കുറയും കാര്യങ്ങളെന്നൊക്കെ. പക്ഷെ അതിനൊരു മറുവശം കൂടി ഇല്ല. നമ്മൾ ചിന്തിച്ചു നോക്കട്ടെ ഞാൻ പറയുന്ന പോയിന്റ്. GCC countries, you don't have a stable visa. Even if you're securing a golden visa, its validity period is 10 years and you want to renew it. അതല്ലാണ്ട് you don't have a permanent residency or citizenship. പക്ഷേ യൂറോപ്യൻ കൺട്രീസിനും അതുപോലെ നോർത്ത് അമേരിക്കൻ കൺട്രീസിലും അവർ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസിയും അതുപോലെ തന്നെ ആഫ്റ്റർ പെർമനന്റ് റെസിഡൻസി കിട്ടിയിട്ട് 2 ഇയേഴ്സിന് ശേഷം, അത് ഓരോ കൺട്രീസിനെ വേരി ചെയ്തിരിക്കും, 2 ഇയേഴ്സോ അല്ലെങ്കിൽ 5 ഇയേഴ്സിനോ ശേഷം നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് വെക്കാം. സോ നോർത്ത് അമേരിക്കൻ ഓർ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നവർ അവരവരുടെ ഒരു ഹോം അല്ലെങ്കിൽ അവരുടെ ലിവിങ് അവിടെ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. വേറാസ് GCC കൺട്രീസിലുള്ളവർക്ക് ദേ നോസ് ഇത്ര നാൾ കഴിഞ്ഞാൽ, ലൈക്ക് എൻ്റെ ഒരു റിട്ടയർമെന്റ് പീരീഡ് ആയി കഴിഞ്ഞാൽ ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു ഹോം. സോ ആ സമയത്ത് എനിക്ക് നാട്ടിൽ നല്ലൊരു വീട് വേണം, നാട്ടിൽ അതിന്റെ ഫെസിലിറ്റീസ് വേണം, എനിക്ക് ലിവിങ്ങിനുള്ളത് ചെയ്യണം. ഇതുകൊണ്ട് തന്നെയും GCC കൺട്രീസിലുള്ളവർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ഹോം ടൗൺ അല്ലെങ്കിൽ മദർ ടൗണിൽ അവർ ചെയ്യും. ഓട്ടോമാറ്റിക്കലി മണി ഫ്ലോ നല്ല രീതിയിൽ നടക്കും. വേറാസ് ഇപ്പം ഞാൻ കാനഡയിലായിരുന്നപ്പോൾ വാട്ട് ഐ വാസ് ട്രൈങ് ടു ഡു ഇസ് ലൈക്ക് നല്ലൊരു വീട് സെറ്റ് ആക്കണം, ചേട്ടനും കൊച്ചിനും കൊണ്ടുവരുമ്പോഴത്തേക്കും ലൈക്ക് എനിക്ക് അവിടെ ഒരു ഫാമിലി സെറ്റപ്പ് ഉണ്ടാക്കണം. അപ്പം ഞാൻ കൂടുതലും വിസ കാര്യങ്ങൾക്കും അങ്ങനത്തെ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഞാൻ അവിടേക്ക് തന്നെയാണ് എൻ്റെ ഉണ്ടായിരുന്ന മെജോറിറ്റി പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. സോ നമ്മൾ യൂറോപ്പിൽ അവിടെ ഇവിടേക്ക് ആൾക്കാർ പോയാലും ഇവിടെ നിന്ന് വരുന്ന അത്ര കിട്ടുന്നില്ല, നിങ്ങൾക്ക് പൈസ കിട്ടിയാലും അവിടെ തന്നെ എല്ലാം ചെലവാക്കേണ്ടി വരുന്നില്ലേ എന്ന് പറയുന്നതിന്റെ മേജർ റീസൺ അതല്ലേ. അപ്പോൾ ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ GCC കൺട്രീസിൽ നിന്നുള്ള ഇപ്പൊ എല്ലാവരും ഇവിടുത്തെ ജോലിക്ക് എഫക്ട് ചെയ്യാണ്. നമ്മുടെ തന്നെ ഫ്രണ്ട്സിന് ഒരുപാട് പേർക്ക് എന്താ പറയുക അവസ്ഥ ഭയങ്കര മോശമാണ്. അവർ വർക്കിംഗ് അവേഴ്സ് വെട്ടിക്കുറയ്ക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഈ യുദ്ധവും മെറ്റീരിയൽ ഇൻഅവൈലബിലിറ്റിയും ഇതുപോലെ പോവുകയാണെങ്കിൽ നാളെ എൻ്റെ ജോലിക്കോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ജോലിക്ക് എന്താവുന്നു ഒരു ഗ്യാരണ്ടിയും ഇല്ല. ലൈക്ക് നമുക്ക് ഒരിക്കലും നമ്മുടെ എംപ്ലോയേഴ്സിന് കുറ്റം പറയാൻ പറ്റില്ല. ദേ ആർ ഇൻ മോർ പാത്തറ്റിക് സിറ്റുവേഷൻ ദാൻ അസ്. അപ്പം നമുക്ക് ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ബട്ട് ദ വേൾഡ് ഇസ് മൂവിംഗ് ലൈക്ക് ദാറ്റ്. ഇപ്പം GCC കൺട്രീസ് മൊത്തത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇത്രയും ആൾക്കാർ നിർത്തി നാട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണി ഫ്ലോ നിൽക്കും. ഒരിക്കലും യൂറോപ്യൻ കൺട്രീസിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലുള്ളവരും ദേ വോണ്ട് ഗിവ് us this much of money. പോയിന്റ് അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?